വിസ ഓൺ അറൈവലിൽ വന്നേക്കണെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഇമിഗ്രേഷനിൽ പോവാണ്, കാരണം ഹോട്ടൽ പുറത്താണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിനിങ് വോയ്സ്. ഇറ്റ്സ് മീ റാണി. 3 hour ഒക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ ഈ വൈഫൈ നമ്മുടെ പോയി. അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് 3 hours മാത്രമേ നമുക്ക് ആ വൈഫൈ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എയർപോർട്ടിൽ എന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഓപ്ഷനെ പറ്റി ചിന്തിച്ചു. അതിനുള്ളിൽ തന്നെ ട്രാൻസിറ്റ് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. ഈ ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്തിട്ട് ഒരു കുറച്ച് മണിക്കൂർ അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചാണ് ചെന്നത്. അപ്പോൾ അവർ അങ്ങോട്ട് ചോദിച്ചു, ആക്ച്വലി ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 12 hour ആയിട്ട് ഡിലേ വന്നിട്ടുണ്ട് ഫ്ലൈറ്റ് എങ്കിൽ, നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിന് ഒരു ഹോട്ടൽ സർവീസ് ഇവിടെ നിന്ന് അവൈലബിൾ ആകുമായിരുന്നു. അത് പറഞ്ഞത് കേട്ടിട്ട് നമ്മൾ നേരെ ഇൻഫർമേഷനിൽ പോയിട്ട് അതിനെ പറ്റിയിട്ട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മോർ ദാൻ 8 hours ഉണ്ടെങ്കിലാണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നാണ്. അപ്പോൾ ഞാൻ അവരോട് പല കാര്യങ്ങളും പറഞ്ഞു, കാരണം നമുക്ക് ഒരു ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സർവീസ് ഉള്ളതിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ അതിനെപ്പറ്റി റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു പോസിബിലിറ്റി ഉള്ള സ്ഥിതിക്ക് ഒരുപാട് ആൾക്കാർ അത് ക്ലെയിം ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ ചെറിയൊരു തല്ലിപിടുത്തമൊക്കെ അവിടെ നടന്നു. അല്ലെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അവർക്ക് വൈഫൈയും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല അത്രേ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ അവർ പിന്നെ സിസ്റ്റമൊക്കെ ചെക്ക് ചെയ്തു. പിന്നീട് അവർ പറഞ്ഞു അവർ നമ്മുടെ ഹോട്ടൽ റെഡിയാക്കി തരാമെന്ന്. അപ്പോൾ ഹോട്ടൽ ആക്ച്വലി നമ്മുടെ എയർപോർട്ടിൻ്റെ അകത്തല്ല, പുറത്താണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ നമ്മൾ വിസ ഓൺ സൈറ്റിൽ പോയി. അവിടുന്ന് നമുക്ക് ഇമിഗ്രേഷനിൽ പോയി നമുക്ക് 2 daysലേക്കുള്ള ഓൺ സൈറ്റ് വിസ അതിൽ അടിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഡേ ടൈമിലാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിന് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം അവൈലബിൾ ആയിരുന്നു. ഇപ്പോൾ ഈവനിങ് ടൈമായി. ഇപ്പോൾ ഡിന്നർ മാത്രം നമുക്കിതിൽ അവർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഡബിൾ റൂമാണ് ഇതിൽ അവർ ഫ്രീ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ഹോട്ടലിലേക്കുള്ളതും അതുപോലെ തന്നെ ഹോട്ടലിൽ തിരിച്ചിങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷനും ഫ്രീ തന്നെയാണ്. പിന്നെ നമുക്ക് അറിയാവുന്നവരായിരുന്നെങ്കിൽ ഇതിൽ വേറൊരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 12 hour ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ, ഇവിടുന്ന് ഒരു 20-25 minutes ടാക്സി ഉണ്ടായിരുന്നു. ആ ഒരു ടാക്സി എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഫ്രീ ഓഫ് കോസ്റ്റിന് ടാക്സി എടുത്തിട്ട് നമുക്ക് ആ സിറ്റി സെൻറ്റർ എല്ലാം ഒന്ന് കറങ്ങി വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഏതായാലും ഇപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ടാക്സി വെയിറ്റിംഗ് ആണ്. നേരെ നമുക്ക് ഹോട്ടലിൽ പോയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ടാക്സിയിലേക്ക് പോകണേ, ടാക്സിയിലേക്ക്. അയ്യോ, നമുക്കൊരു ഫുൾ ബസ്സാണ് കേട്ടോ. വേറെ ആർക്കും ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല, ഞങ്ങളുടെ മാത്രം മാറ്റിയെന്ന് തോന്നുന്നു. അപ്പൊ ഇത് അവരായിട്ട് അറേഞ്ച് ചെയ്തതാണ് ഇതൊരു ബസ് കേട്ടോ. ഓ, അത് തരാട്ടോ. നേരത്തെ മിസ്സായവരൊക്കെ മുന്നേ വിട്ടിട്ടുണ്ടാവും. എനിവേ, ഹോട്ടലിൽ പോയി കുറച്ച് നേരം ഇരിക്കാം. 9:30 ആകുമ്പോഴത്തേക്കും തിരിച്ച് കളക്ട് ചെയ്യാൻ ഈ വണ്ടി വരുമെന്ന് പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഏതായാലും ഡിന്നറെങ്കിലും ഫ്രീ ആയിട്ട് കഴിക്കാലോ. അത് തന്നെ, വൈഫൈ. എന്ത് മോശമാണല്ലേ, 12 മണിക്കൂർ വെയിറ്റിങ്. 3 hour കഴിഞ്ഞാൽ അവിടെ ഫ്രീ വൈഫൈ ഇല്ലാന്ന്. ആക്ച്വലി എത്ര അവേഴ്സ് വെയിറ്റ് ചെയ്യണേ, എന്തോരം ആൾക്കാർ അവിടെ ഇരിക്കണേന്നറിയോ. 3 hours കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫൈ ഇല്ലാന്ന്. പിന്നെ അവർ ഈ മാനത്തോട്ട് നോക്കി എങ്ങനെ ഇരിക്കാന്? അതിനൊരു കാശ് കൊടുത്ത് സിം എടുക്കാന്നുള്ളത് പിന്നെ ഒരു ഓപ്ഷൻ. അപ്പോൾ ഇങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി 2 ദിവസത്തെ ട്രാൻസിറ്റ് വിസ അടിച്ചു തന്നിട്ടാണ് കേട്ടോ ഞങ്ങളെ പുറത്ത് വിട്ടേക്കുന്നത്. ഞങ്ങൾക്കത് ഫ്രീ ആയിട്ടാണ്. അത് ഇങ്ങനെ ഒരു ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വന്ന് 12 hour ഡിലേ വന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ. പക്ഷേ ഇവിടെ വരുന്ന ആർക്ക് വേണമെങ്കിലും ഒരു ട്രാൻസിറ്റ് ഹോട്ടൽ പുറത്ത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസിറ്റ് വിസ അടിച്ച് 2 ദിവസം ഇവിടെ കറങ്ങി കണ്ടിട്ട് പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് കേട്ടോ. ട്രാൻസിറ്റ് ഹോട്ടലും അകത്തുനിന്ന് തന്നെ ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ക്യാൻസൽ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന ഇമെയിലാണ്. നമുക്ക് കോളോ ഒന്നും കിട്ടില്ല. ഈ ഇമെയിലിൽ ആകെപ്പാടെ മെൻഷൻ ചെയ്തേക്കുന്നത് നമ്മുടെ ഫ്ലൈറ്റ് ടൈം ഇതായിരുന്നു, അതിൽ നിന്ന് മാറി വരുന്ന ഫ്ലൈറ്റ് ടൈം ഇതാണ്. നമുക്കുള്ള 3 ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ഫ്ലൈറ്റ് ആസ്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ റീഫണ്ട് ചോദിക്കുക എന്നുള്ളതാണ്. ഇത് ഓൺലൈൻ വേറൊരു സൈറ്റ് വഴിയാണ് നമ്മളിത് ബുക്ക് ചെയ്തിട്ടോ. ഡയറക്റ്റ് ശ്രീലങ്കൻ എയർലൈൻസ് വഴി അല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടാത്തത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ പാടില്ലാതെ ഇഷ്ടംപോലെ പേര് ഫ്ലൈറ്റിൽ വന്ന് ഇങ്ങനെ എയർപോർട്ടുകളിലൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടാവും. നമ്മുടെ ശ്രീലങ്കൻ എയർപോർട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ പെയ്ഡ് ലോഡ്ജും പിന്നെ ട്രാൻസിറ്റ് ഹോട്ടലുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകം പേ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസലായിട്ട് വന്ന ഡിലേ ആണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഈ സർവീസ് ഫ്രീ ആയിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ഒരു ഫ്രണ്ട് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ഇൻഫർമേഷൻ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. നമ്മുടെ ഹോട്ടൽ ഇത് എത്തിയിട്ടുണ്ട് കേട്ടോ. റമദ ഹോട്ടലാണ്, റമദ ഹോട്ടൽ.
അങ്ങനെ നമ്മൾ നമ്മുടെ ബർമുഡ ഹോട്ടലിലേക്ക് പോവുകയാണ്. അങ്ങനെ നമ്മൾ ട്രാൻസിറ്റ് ഹോട്ടലിലെത്തി. ഇവിടെ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണോ? ഇങ്ങനെയാ? അവിടെ വെക്കുക, ഇവിടെ വെക്കുക. അമ്പോ നേരത്തെ വരേണ്ടതായിരുന്നു കേട്ടോ. നമ്മുടെ റൂമൊക്കെ നോക്കി, നമുക്ക് നല്ല അടിപൊളി റൂമാണ്. ആക്ച്വലി 12 അവറിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരുന്നു ഈ ഒരു ഫെസിലിറ്റി. AC ഉണ്ട്, TV, കോഫി ഉണ്ടാക്കാനുള്ള സെറ്റപ്പ്, 2 ബെഡ്, പിന്നെ എന്ത് വേണം, ബാത്റൂം ഉണ്ട്, നല്ല അടിപൊളി ബാത്റൂം വിത്ത് ഹോട്ട് വാട്ടർ, 24/7 ഹോട്ട് വാട്ടർ. ഞങ്ങളൊന്ന് കുളിച്ച് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്ത് പിന്നെ പയ്യെ ഞങ്ങൾ കഴിക്കാൻ പോയി കേട്ടോ. നാട്ടിലെ ചൂടിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഇവിടെ പുറത്താണെങ്കിൽ നല്ല അടിപൊളി മഴയായിരുന്നു. എല്ലാ വെറൈറ്റി ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ് തൊട്ട് അങ്ങ് അവസാനം ഡെസേർട്ട് വരെ ഉണ്ട്. വെജ് വേണ്ടവർക്ക് വെജ്, നോൺ വെജ് വേണ്ടവർക്ക് നോൺ വെജ്, പിന്നെ ഫ്രൂട്ട്സ്, സാലഡ്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് വേണ്ടതൊക്കെ സെലക്ട് ചെയ്ത് ഇവിടെ വന്നിരുന്നു ഫുഡ് കഴിക്കാൻ. പുറത്ത് നല്ല അടിപൊളി മഴയാണ് കേട്ടോ. ശ്രീലങ്കയിൽ വന്നിട്ട് അടിപൊളി മഴ കേട്ടാ. നല്ല മഴ, നല്ല കാറ്റൊക്കെ ആയിരുന്നു. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലെത്തി. ഫുഡ് അടിപൊളിയായിരുന്നു. വെജും നോൺ വെജും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ നമ്മളിപ്പോൾ റൂമിൽ വന്നു. ഇനിയിപ്പോൾ ഒരു 1 അവറാണ് ഉള്ളത്. 8:15 9:30 ആകുമ്പോൾ നമ്മളെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് വരും. അപ്പം 9:30 വരെ ഇവിടെ ഇരിക്കുക. നമ്മൾ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്തു. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇവിടുത്തെ ഫെസിലിറ്റീസൊക്കെ അടിപൊളിയായിരുന്നു. റൂം പ്രൊവൈഡ് ചെയ്ത് ഭയങ്കര നല്ലതായിരുന്നു. അതുപോലെ ഫുഡും വളരെ നല്ലതായിരുന്നു. അപ്പോൾ ആ ഒരു 12 അവർ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്കിവിടെ എക്സ്ട്രാ ഫെസിലിറ്റീസ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ നമുക്ക് ശ്രീലങ്ക ജസ്റ്റ് ഒന്ന് കറങ്ങി കാണാമായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഫ്ലൈറ്റ് ഡിലേ ഒക്കെ വരുവാണെങ്കിൽ ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടെന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക. എല്ലാവരും ആ ഒരു കാര്യം യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.